നാണം വേണ്ടേന്ന് ഇങ്ങനത്തെ ഓരോന്നും എടുത്ത് നടത്താൻ. എന്നിട്ട് അങ്ങനെ ഓരോന്ന് എഴുന്നേൽപ്പിച്ച് നടക്കുകയാണ്. SFIയെ പൂർണ്ണമായി പിന്തുണച്ചും KSUവിനെ പഴിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയൻ. സംഘർഷം ഉണ്ടാകുമ്പോൾ ഒരു സംഘടനയെ മാത്രം താറടിക്കുന്നത് ശരിയല്ല. ഒരു പ്രത്യേക സംഘടനയെ ചൂണ്ടി വസ്തുതകൾ വക്രീകരിക്കരുത് എന്നും ഇത് അംഗീകരിക്കില്ല എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിന്റെ ഭാഗമായി കൊല ചെയ്യപ്പെട്ടവരിൽ അധികവും SFI പ്രവർത്തകരാണെന്ന് പറഞ്ഞ മുഖ്യമന്ത്രി ഇത്തരമൊരു അനുഭവം KSUവിന് പറയാനുണ്ടോ എന്നും ചോദിച്ചു. സർ, നമ്മളെല്ലാവരും ഓർക്കുന്നൊരു കാര്യമല്ലേ, കുറച്ച് വർഷം മുൻപ് നമ്മുടെ ഇവിടുത്തെ യൂണിവേഴ്സിറ്റി കോളേജിൽ SFIക്കാർ ചാപ്പകുത്തി എന്ന് പറഞ്ഞുകൊണ്ട് നടന്ന വൻപിച്ച പ്രചരണം. ഏതായിരുന്നു ബഹളം, എന്തെല്ലാം കലാപങ്ങളായിരുന്നു അതിൻ്റെ മേലെ സംഘടിപ്പിച്ചിരുന്നത്. സർ, ഇതേ ആള്, ഈ ചാപ്പകുത്തപ്പെട്ട ആള്, അദ്ദേഹം KSU വിദ്യാർത്ഥി നേതാവായിരുന്നല്ലോ. അദ്ദേഹം പിന്നീട് പറഞ്ഞതെന്താ, ഇത് ഗൂഢാലോചന വഴി സ്വയം സൃഷ്ടിച്ചതാണ് എന്ന് പറയുന്ന നിലയുണ്ടായില്ലേ. സർ, ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സംഭവിച്ച കാര്യമല്ലേ, പുറത്തു വന്ന കാര്യമല്ലേ. സർ, ഇവിടെ SFIയെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ കാണേണ്ടത്, ഈ കേരളത്തിൽ ഏറ്റവും ഒടുവിൽ രക്തസാക്ഷിയായ ധീരജ് രാജേന്ദ്രനടക്കം 35 പേരാണ് SFIയുടെ പ്രവർത്തനം നടത്തിയതിൻ്റെ പേരിൽ കൊല ചെയ്യപ്പെട്ടത്. സർ, ആ തരത്തിൽ നമ്മുടെ കേരളത്തിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ഈ രീതിയിൽ കൊല ചെയ്യപ്പെടേണ്ടി വന്നത് SFI അല്ലേ. ഇവിടെ ഏതെങ്കിലും ഇത്തരമൊരു അനുഭവം KSUവിന് പറയാനുണ്ടോ? നമ്മുടെ നിയമസഭയിൽ M. വിൻസെന്റിന്റെ അടിയന്തര പ്രമേയത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. ക്യാമ്പസുകളിൽ വിദ്യാർത്ഥി സംഘടനകൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്ന അവസ്ഥ തീർത്തും നിർഭാഗ്യകരമാണ്. ഇതുണ്ടാകാൻ പാടില്ല എന്ന വ്യക്തമായ അഭിപ്രായമാണ് സർക്കാരിനുള്ളതെന്നും ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിന്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തി വരുന്നുണ്ട് എന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നമ്മുടെ ക്യാമ്പസുകളിൽ വിദ്യാർത്ഥികൾ തമ്മിൽ സംഘർഷമുണ്ടാകുന്നത് എല്ലാ തരത്തിലും നിർഭാഗ്യകരമായ കാര്യമാണ്. ഇതുണ്ടാകാൻ പാടില്ല എന്ന് തന്നെയാണ് സർക്കാരിൻ്റെ വ്യക്തമായ അഭിപ്രായം. ഇത്തരം സംഘർഷങ്ങൾ ഉണ്ടാകുമ്പോൾ ക്രമസമാധാന പരിപാലനത്തിൻ്റെ ഭാഗമായി പോലീസ് ആവശ്യമായ ഇടപെടലുകൾ നടത്തേണ്ടി വരും. ക്യാമ്പസുകളിൽ സംഘർഷാവസ്ഥ സംജാതമാകുന്ന സ്ഥിതി ഉണ്ടാകാതിരിക്കാൻ വിദ്യാർത്ഥി സംഘടനകളും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലെ അധികൃതരും ആവശ്യമായ പരിശ്രമങ്ങൾ നടത്തേണ്ടതുണ്ട്. ഇടിമുറിയിൽ കൂടി വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. KSU നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ടാണ് SFI വളർന്നു വന്നത്. പെട്ടെന്ന് ഉണ്ടായതല്ല. എന്തെല്ലാം അതിക്രമങ്ങൾ നേരിടേണ്ടി വന്നിരിക്കുന്നു. 35 പേർക്ക് ജീവൻ വെടിയേണ്ടി വന്നു. അതിന്റെ രാഷ്ട്രീയ കാരണക്കാരിൽ പലരും നിങ്ങൾ തന്നെയാണ്. നടന്നു നിൽക്കുന്ന പ്രസ്ഥാനത്തെ വല്ലാതെ താറടിച്ച് കാണിക്കേണ്ടത് ആവശ്യമായിരിക്കാം. നടക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ നടത്തുമ്പോൾ അതിനെ ന്യായീകരിക്കുന്നത് തങ്ങളുടെ പണിയല്ല എന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. വീഴ്ചകളുണ്ടാകാം, വിദ്യാർത്ഥി ജീവിതമാണ്. ആ പ്രായത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിലുള്ള നടപടികളുമായി മുന്നോട്ട് പോകാവുന്നതാണെന്ന് മുഖ്യമന്ത്രി സഭയിൽ പറഞ്ഞു. നമ്മുടെ പ്രധാനപ്പെട്ട സ്ഥാപനങ്ങളിൽ ഇടിമുറി, സർ, ഇടിമുറിയിലൂടെ വളർന്നു വന്ന പ്രസ്ഥാനമല്ല SFI. ഈ കേരളത്തിലെ വിവിധ കലാലയങ്ങളിലും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും നിറഞ്ഞു നിന്ന സംഘടനയായിരുന്നില്ലേ KSU? ഓർമ്മയില്ലേ? നിങ്ങൾ ചിലർക്ക് ഓർമ്മയുണ്ടാവില്ല, ചെറുപ്പക്കാർക്ക്. മറ്റുള്ളവർക്ക് ഓർമ്മയുണ്ട്. തിരുവഞ്ചൂരിനൊക്കെ നല്ല ഓർമ്മയുള്ളത് അതിൻ്റെ കാര്യങ്ങൾ. അത് ഓർമ്മയില്ലേ? നിറഞ്ഞു നിന്നായിരുന്നില്ലേ? എങ്ങനെയാണ് നിങ്ങൾ ശോഷിച്ചു പോയത്? എങ്ങനെയാണ് ഇന്നത്തെ അവസ്ഥയിലേക്ക് എത്തിയത്? ഇന്നത്തെ അവസ്ഥയിൽ എങ്ങനെ എത്തി?
ഇതല്ലേ ആലോചിക്കേണ്ടത്. ഇടിമുറിയിലൂടെയാണോ? നിങ്ങൾ നടത്തിയ ആക്രമണങ്ങളെ വിവിധ തലങ്ങളിൽ നേരിട്ടുകൊണ്ട് തന്നെയല്ലേ SFI വളർന്നു വന്നത്. ആ SFIയുടെ വളർച്ച പടിപടിയായിട്ടല്ലേ ഇവിടെ ഉണ്ടായിട്ടുള്ളത്. ഏതെങ്കിലും ഒരു ദിവസം ഉണ്ടായതാണോ? പെട്ടെന്നങ്ങ് സംഭവിച്ചതാണോ? എന്തെല്ലാം അതിക്രമങ്ങൾ അതിൻ്റെ ഭാഗമായി നേരിടേണ്ടി വന്നു. അതിനിടക്കല്ലേ ഞാൻ നേരത്തെ പറഞ്ഞ എണ്ണം 35 ധീരരായ സഖാക്കൾ അവരുടെ ജീവൻ വെടിയുന്ന അവസ്ഥ സൃഷ്ടിക്കേണ്ടി വന്നത്. നടക്കാൻ പാടില്ലാത്ത ചില കാര്യങ്ങൾ നടക്കുന്നുണ്ടെങ്കിൽ അതിനെ ന്യായീകരിക്കാൻ ഞങ്ങളുടെ പണിയിൽപ്പെട്ടതല്ല. അതും നിങ്ങൾ മനസ്സിലാക്കണം. തെറ്റായ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് എന്ന് തന്നെ പറയും. നേരത്തെയും പറഞ്ഞിട്ടുണ്ട്. നിങ്ങളിവിടെ ചില കാര്യങ്ങൾ പറയുമ്പോൾ ഒച്ചയിട്ടില്ലേ? ആ സംഭവത്തിലും പറഞ്ഞിട്ടുണ്ട്. തെറ്റായ കാര്യങ്ങൾ തെറ്റാണ് എന്ന് തന്നെ പറഞ്ഞിട്ടുണ്ട്. ആ തെറ്റ് തിരുത്തിച്ചിട്ടുമുണ്ട്. അതാണ് ആ സംഘടനയുടെ പ്രത്യേകത. അങ്ങനെയൊരു വലിയ അനുഭവ സമ്പത്തോടെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ഒരു സംഘടനയല്ലേ അത്. വീഴ്ചകളുണ്ടോ, കുറവുകളുണ്ടോ? വിദ്യാർത്ഥി ജീവിതമാണ്. എല്ലാവരും വിദ്യാർത്ഥി ജീവിതം കടന്നു വന്നതല്ലേ. ആ പ്രായത്തിലുണ്ടാകുന്ന എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പരിഹരിക്കുന്നതിന് അതേ രീതിയിൽ തന്നെയുള്ള നടപടികൾ സ്വീകരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിൽ ഗാന്ധി ചിത്രം തകർത്തത് SFI ആണ് എന്നായിരുന്നു പ്രചാരണം. എന്നാൽ SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങിയ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. ആരാണ് ഗാന്ധി ചിത്രം തകർത്തത്? അവിടെ ഉണ്ടായിരുന്നത് കോൺഗ്രസുകാർ മാത്രമായിരുന്നു. നാണംകെട്ട രീതിയിൽ പിന്നെയും അതിനെ ന്യായീകരിക്കാൻ നോക്കുകയാണ്. ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടതെന്നും മുഖ്യമന്ത്രി പ്രതികരിച്ചു. വയനാട്ടിൽ രാഹുൽ ഗാന്ധിയുടെ ഓഫീസിലുണ്ടായിരുന്ന ഗാന്ധി ചിത്രം SFIക്കാർ തകർത്തു എന്നായിരുന്നല്ലോ വലിയ പ്രചരണം അഴിച്ചുവിട്ടിരുന്നത്. സർ, അത് ഇപ്പോൾ ശബ്ദമുണ്ടാക്കുന്നവരെക്കാളും കടുത്ത ശബ്ദത്തിലും നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ചതാണല്ലോ സർ. പക്ഷേ പിന്നീട് വസ്തുതകൾ കൃത്യമായി പുറത്തു വന്നല്ലോ. എന്താണ് ആ വസ്തുത? SFIക്കാർ ഓഫീസ് വിട്ടിറങ്ങുന്നു. ആ ഘട്ടത്തിൽ ഗാന്ധി ചിത്രം അവിടെയുണ്ട് സർ. ആ ഓഫീസിൽ കയറിയ SFIക്കാർ മുഴുവൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് ഗാന്ധി ചിത്രത്തിനൊരു കേടുമില്ല. ഗാന്ധി ചിത്രം അവിടെയുണ്ട്. അപ്പോൾ അതിനുശേഷം ഗാന്ധി ചിത്രം തകർക്കപ്പെട്ടു. സർ, ആരാണ് ഗാന്ധി ചിത്രം തകർത്തതപ്പോൾ? അവിടെയുള്ളത് കോൺഗ്രസ്സുകാർ മാത്രമാണ്. ഗാന്ധി ചിത്രം തകർത്തതിൻ്റെ പേരിൽ എന്താണ് പറയാനുള്ളത്? നിങ്ങൾ എന്തിന് ഗാന്ധി ചിത്രം തകർക്കാൻ പോയി? നാണം കെട്ട രീതിയിൽ പിന്നെ അതിനെ ന്യായീകരിക്കാൻ നോക്കുക. നാണം കെട്ട രീതിയിൽ അംഗീകരിക്കല്ല വേണ്ടത്, അതിനെ ന്യായീകരിക്കല്ല വേണ്ടത്. അങ്ങനൊരു അബദ്ധം പറ്റിയെന്ന് പറയാ വേണ്ടത്. നിങ്ങളുടെ ചെറുപ്പക്കാർ ഇങ്ങനെ കാണിച്ചില്ലെങ്കിൽ ആ ഗാന്ധി ചിത്രം തകർത്തത് ശരിയല്ല എന്ന് പറയാനുള്ള ആർജവമാണ് കാണിക്കേണ്ടത്. വെറുതെ കയ്യുയർത്തി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് കാര്യമില്ല കേട്ടോ. ഇതിനെല്ലാം പുറമെ മുഖ്യമന്ത്രിയുടെ പെരുമാറ്റം മഹാരാജാവിൻ്റേതുപോലെയാണ് എന്ന് പ്രതികരിച്ച അല്ലെങ്കിൽ പരിഹസിച്ച പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ വാക്കുകൾക്ക് മുഖ്യമന്ത്രി ചുട്ടമായ ഭാഷയിൽ തന്നെ മറുപടി നൽകിയിരുന്നു. അങ്ങ് നവകേരള സദസ്സിനെ കുറിച്ച് പറഞ്ഞു. നവകേരള സദസ്സിൽ നിങ്ങൾക്ക് ആ നവകേരള സദസ്സ് യാത്ര ചെയ്തപ്പോ നിങ്ങൾക്ക് തോന്നി നിങ്ങൾ തെരഞ്ഞെടുക്കപ്പെട്ട മുഖ്യമന്ത്രിയാണ്, ജനങ്ങൾ തെരഞ്ഞെടുത്ത്. നിങ്ങൾക്ക് തോന്നി നിങ്ങൾ മഹാരാജാവാണെന്ന് തോന്നി. നിങ്ങളോട് ഞങ്ങൾ പറയുന്നു, നിങ്ങൾ മഹാരാജാവല്ല, നിങ്ങൾ കേരളത്തിന്റെ മുഖ്യമന്ത്രിയാണ്. സർ, ഞാൻ മഹാരാജാവൊന്നുമല്ല. ഞാൻ ജനങ്ങളുടെ ദാസനാണ്. എല്ലാ കാലത്തും ജനങ്ങളോടൊപ്പമാണ്, ജനങ്ങളുടെ കൂടെയാണ് നിന്നിട്ടുള്ളത്. ജനങ്ങൾക്ക് വേണ്ടി എന്തും ചെയ്യും. ജനങ്ങൾക്ക് വേണ്ടിയാണ്, ജനങ്ങളുടെ കൂടെയാണ്, ജനങ്ങളുടെ ദാസനാണ്.